കമന്റ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്. അതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ അണ്ടർസ്റ്റാൻഡിംഗ് ദ മോഡേൺ വേൾഡ് എന്ന 2022 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. 14 മുതലാണ് പാർട്ട് 3യിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. 14ാമത്തെ ചോദ്യം കമന്റ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് എന്നതാണ്. യെസ്, ലീഗ് ഓഫ് നേഷൻസിന്റെ ഘടന എന്താണ് അതേക്കുറിച്ച് പറയുക. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഇനി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പുതിയ സംവിധാനമായിരുന്നു ലീഗ് ഓഫ് നേഷൻസ്. ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് after World War I with the aim of promoting peace, security and cooperation among nations. രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം, സുരക്ഷിതത്വം, സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. ഹിയർ ഈസ് ഇറ്റ്സ് സ്ട്രക്ചർ. ഇതാണ് അതിന്റെ ഘടന. അതിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അസംബ്ലി ഉണ്ടായിരുന്നു. കംപ്രൈസ്ഡ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെമ്പർ സ്റ്റേറ്റ്സ്. എല്ലാ മെമ്പർ സ്റ്റേറ്റിൽ നിന്നുള്ള പ്രതിനിധികളുടെ അടങ്ങുന്ന ഒരു അസംബ്ലി. മീറ്റിംഗ് ആനുവലി ടു ഡിസ്കസ് ആൻഡ് ഡിസൈഡ് ഓൺ കീ ഇഷ്യൂസ്. വാർഷികമായിട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്യാനായിട്ട് ചേരുന്ന ഒരു യോഗമെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അസംബ്ലി. അതായത് അതിന്റെ പ്രതിനിധികൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ്. എല്ലാ രാജ്യത്തിൽ നിന്നുമുള്ള അംഗരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ളവര് തീർച്ചയായിട്ടും ഒരു യോഗം ചേരുന്നു. എന്നിട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു ഇടം, ഒരു വേദി, അതാണ് അസംബ്ലി ലീഗ് ഓഫ് നേഷൻസിന്. രണ്ടാമത്തേത് കൗൺസിലാണ്. കൗൺസിലില് തീർച്ചയായിട്ടും പെർമനന്റ് മെമ്പേഴ്സ് ആയ 4 പേര്. അന്നത്തെ UK-യും ഫ്രാൻസും ഇറ്റലിയും ജപ്പാനുമായിരുന്നു കൗൺസിലിലെ പ്രമുഖ അംഗങ്ങൾ. നോക്കുക, അമേരിക്ക അന്ന് ലീഗ് ഓഫ് നേഷൻസിന്റെ ഭാഗമായിരുന്നില്ല. കാര്യം, വുഡ്രോ വിൽസൺ, അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ ലീഗ് ഓഫ് നേഷൻസിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത ആളുകളാണെങ്കിൽ പോലും ലീഗ് ഓഫ് നേഷൻസ് രൂപീകരിച്ചപ്പോൾ അതിൽ അമേരിക്ക ഉണ്ടായിരുന്നില്ല. ആൻഡ് 4 നോൺ പെർമനന്റ് മെമ്പേഴ്സ് elected by the assembly for 3-year terms. പെർമനന്റ് അല്ലാത്ത, സ്ഥിരാംഗങ്ങളല്ലാത്ത വേറെ 4 അംഗങ്ങൾ അസംബ്ലിയിൽ ഓരോ 3 വർഷം കൂടുന്ന കാലയളവിലും തെരഞ്ഞെടുക്കപ്പെടുമായിരുന്നു എന്നർത്ഥം. അപ്പോൾ കൗൺസിലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും? 4 പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ടാകുമായിരുന്നു. 4 പെർമനന്റ് അല്ലാത്ത മെമ്പേഴ്സ് അസംബ്ലിയിൽ 3 വർഷ കാലയളവിലെ ഒരു കാലയളവിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരും ഉണ്ടാകുമായിരുന്നു. അടുത്തത് സെക്രട്ടേറിയറ്റ് ആണ്. ഈ സെക്രട്ടേറിയറ്റില് ഇറ്റ് വാസ് ഹെഡഡ് ബൈ ദ സെക്രട്ടറി ജനറൽ. ലീഗ് ഓഫ് നേഷൻസിന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. നമുക്കറിയാം, ഇന്ന് ഐക്യരാഷ്ട്രസഭയ്ക്ക് UN-ന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. അതുപോലെ ലീഗ് ഓഫ് നേഷൻസിന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. അദ്ദേഹമാണ് ലീഗ് ഓഫ് നേഷൻസിന്റെ തലവൻ എന്ന് പറയുന്നത്. ഹി വാസ് റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക്. ഭരണപരമായ കാര്യങ്ങൾക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളിന് ഉത്തരവാദിത്തമുള്ള വ്യക്തി ആണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ലീഗിന്റെ. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മെമ്പർ സ്റ്റേറ്റ്സ്. മെമ്പർ സ്റ്റേറ്റ്സിന് ആവശ്യമായ വിവരങ്ങൾ നൽകാനും അതുപോലെ തന്നെ മെമ്പർ സ്റ്റേറ്റ്സിനിടയിലുള്ള ആശയവിനിമയം സാധ്യമാക്കാനും ഒക്കെ ഉള്ള ഭരണപരമായ കാര്യങ്ങളൊക്കെ, ചുമതലകളൊക്കെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. അപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ തലവനായിരുന്നത് സെക്രട്ടറി ജനറൽ ആണ് എന്നർത്ഥം. ഇനി വേറെ ലീഗ് ഓഫ് നേഷൻസിന്റെ മറ്റ് ബോഡീസ് എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO ഉണ്ടായിരുന്നു. ഫോക്കസ്ഡ് ഓൺ ലേബർ റൈറ്റ്സ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും തൊഴിൽ ഇടങ്ങളിലെ സാഹചര്യങ്ങളെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന, ഊന്നൽ കൊടുക്കുന്ന ഒരു തൊഴിലാളികൾ പ്രസ്ഥാനത്തിന്റെ സംവിധാനത്തിന്റെ മേൽനോട്ടം എന്ന് വേണമെങ്കിൽ ILO-യെ കുറിച്ച് പറയാം. ഇതേ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് പോലെ, സെറ്റിൽഡ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ നാഷൻസ് ത്രൂ ആർബിട്രേഷൻ ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻസ്. അതായത് തർക്കങ്ങൾ അനുരഞ്ജനത്തിലൂടെയോ യുക്തിപരമായ തീരുമാനങ്ങളിലൂടെയോ ഒക്കെ നമ്മൾ പൂർത്തിയാക്കി അല്ലെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്ന ഒരു ഇടമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ നോക്കണേ, അതിനുള്ള ഇടവും ലീഗ് ഓഫ് നേഷൻസിന്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ മാൻഡേറ്റ് കമ്മീഷനാണ്. അതായത് ഈ മാൻഡേറ്റ് കമ്മീഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗ് ഓഫ് നേഷൻസിലെ മെമ്പർ കൺട്രീസ് വേൾഡ് വാർ 1-ന് ശേഷം അവർക്ക് മാൻഡേറ്റ് കിട്ടിയിട്ടില്ല, ഭരിക്കാൻ മാൻഡേറ്റ് കിട്ടിയിട്ടുള്ള പ്രദേശങ്ങളുടെ ഭരണം എങ്ങനെയാണ് നടത്തുന്നത് എന്ന് ഓവർസീ ചെയ്യാനായിട്ട്, മേൽനോട്ടം നടത്താനായിട്ട് ഒരു കമ്മീഷനാണിത്. ദെൻ നിരായുധീകരണ കമ്മീഷനാണ്, ഡിസാർമമെന്റ് കമ്മീഷനാണ്. ഈ കമ്മീഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുധങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. വർക്ക്ഡ് ടുവേർഡ്സ് റെഡ്യൂസിങ് ആർമമെന്റ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് ഇന്റർനാഷണൽ ഡിസാർമമെന്റ്. അന്താരാഷ്ട്ര നിരായുധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിച്ചതെന്നുള്ളതാണ്. അടുത്ത ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, ആരോഗ്യ സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. അത് കോർഡിനേറ്റഡ് ഇന്റർനാഷണൽ എഫേർട്സ് ഓൺ പബ്ലിക് ഹെൽത്ത്. അതായത് പൊതുജനാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള
കാര്യങ്ങൾ ഏകോപിപ്പിക്കുക. ഒരുപക്ഷെ പകർച്ചവ്യാധികൾ ലോകമെമ്പാടും പടർന്നു പിടിച്ചാൽ ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ഇന്നിപ്പോൾ WHO ഉള്ളതുപോലെ, അതുപോലെ തന്നെ ആൻഡ് മെഡിക്കൽ റിസർച്ച്, അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണം, ഇതിനൊക്കെ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കീ പ്രിൻസിപ്പിൾസ് UN-ന്റെ ഈ ഓർഗൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കളക്റ്റീവായ സെക്യൂരിറ്റി, കൂട്ടായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, മെമ്പർ സ്റ്റേറ്റുകൾക്കിടയിൽ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ പൊതുവായി ഒരുമിച്ച് പ്രതിരോധിക്കുക, കോമൺ ഡിഫെൻഡിങ് മെക്കാനിസമാണ്. അതുപോലെ തന്നെ നോൺ അഗ്രഷൻ ആണ്. മെമ്പേഴ്സ് കമ്മിറ്റഡ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ് പീസ്ഫുള്ളി, തർക്കങ്ങൾ അംഗരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടായാൽ സമാധാനപരമായി പറഞ്ഞു തീർക്കുക, റിസോൾവ് ചെയ്യുക, അതിന് പ്രതിജ്ഞാബദ്ധമായിരുന്ന അംഗരാഷ്ട്രങ്ങൾ. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, അന്താരാഷ്ട്ര രംഗത്തുള്ള സഹകരണമാണ് മറ്റൊന്ന്. ഇറ്റ് എൻകറേജ് കൊളാബറേഷൻ ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ്. എക്കണോമിക് ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂസ്, അവിടെ അത്തരം കാര്യങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു സഹകരിച്ചുള്ള പ്രവർത്തനം അത് ഉറപ്പുവരുത്തിയിരുന്നു. ഇതൊക്കെയാണ് ലീഗ് ഓഫ് നേഷൻസിനെ സംബന്ധിച്ച് മെയിനായിട്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടുന്ന കാര്യം. ലീഗ് ഓഫ് നേഷൻസ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് ബിറ്റ്വീൻ ദ 2 വേൾഡ് വാർ. 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ഉള്ള കാലയളവിൽ ലീഗ് ഓഫ് നേഷൻസ് ഗണ്യമായ പങ്ക് വഹിച്ചു എന്ന് പറയാം. ബട്ട് ഇറ്റ്സ് ഇഫക്റ്റീവ്നെസ് വാസ് ലിമിറ്റഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് മേജർ പവർ ലൈക്ക് ജർമ്മനി. പക്ഷെ അതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ജർമ്മനിയെ പോലുള്ള, സോവിയറ്റ് യൂണിയനെ പോലുള്ള ആ മേജർ പവേഴ്സിന്റെ ആബ്സെൻസ് കൊണ്ട് തന്നെ അത് അത്ര ഫലപ്രാപ്തി നേടാൻ കഴിഞ്ഞില്ല. ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ അമേരിക്ക ഉണ്ടായിരുന്നില്ല ലീഗ് ഓഫ് നേഷൻസിൽ. അത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. ആസ് വെൽ ആസ് ഇറ്റ്സ് ഇനബിലിറ്റി ടു പ്രിവെന്റ് ദ ഇറ്റാലിയൻ ഇൻവേഷൻ ഓഫ് എത്യോപ്യ. ഇറ്റലി എത്യോപ്യയിലേക്ക് അതിക്രമിച്ച് കടന്നതിനെ തടയാനായിട്ട് അതിന് കഴിഞ്ഞില്ല. ആൻഡ് ദ ജാപ്പനീസ് ഇൻവേഷൻ ഓഫ് മഞ്ചൂരിയ, അതുപോലെ തന്നെ ജപ്പാൻകാർ മഞ്ചൂരിയയിലേക്ക് അതിക്രമിച്ച് കടന്നതിനെയും തടയാനായിട്ട് ലീഗ് ഓഫ് നേഷൻസിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒത്തിരി പരിമിതികളും പരാജയങ്ങളും ലീഗ് ഓഫ് നേഷൻസിന് ഉണ്ടായി എന്നതാണ് മറ്റൊരു വസ്തുത.